രാഹുൽ മാങ്കൂട്ടവും അഖിൽ മാരാറും ഒരു വലിയ കെടുതികളാണോ എന്നുള്ള ചോദ്യമാണ്. ന്യൂജൻ യുദാസന്മാർ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, എത്ര ഐക്യമായിട്ടാണ് വയനാട് ഇത്രയും വലിയ ഒരു പ്രകൃതി ദുരന്തത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത്. എത്ര പെട്ടെന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ കുറെ തരത്തിലുള്ള പ്രശ്നങ്ങളും ഊളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ അതിനെ ഒന്നും കാര്യമാക്കാതെ ഒറ്റ മനസ്സാലെ ഐക്യത്തോടെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് രണ്ട് കെടുതികൾ രണ്ട് സൈഡിലായിട്ട് ഈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തങ്ങളായി മാറാൻ ശ്രമിക്കുന്നത്. ഒരാൾക്ക് ഫുഡും മറ്റൊരാൾക്ക് CMDRF. സംഘികൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്ന് ലൈവ് ചെയ്തുകൊണ്ട് ഹീറോ ആകാൻ ശ്രമിക്കുകയാണ്. പിന്നെ ആ മാരണത്തോട് പറയാനുള്ള ഒരു കാര്യം, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളെ അതിജീവിച്ചാണ് കേരളം ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ ദുരന്തം നമ്മളെ അങ്ങ് മൂക്കിക്കേറ്റിക്കളവെന്നൊക്കെ പറഞ്ഞ നടക്കണ കേസാണ്. അതേ അഖിൽ മാരാറോട് പറയാനുള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസിലെ മറ്റൊരു നേതാവാണ് അഖിൽ മാരാർ. നേരത്തെ സംഘിയായിരുന്നു. ഇപ്പൊ ആ സംഘി മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഒരു എല്ലാത്തരം അതായത് മതേതര ചിന്തകനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഉള്ളിലെ സംഘിയെ മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് കുപ്പായം എടുത്തിട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ പുതുതലമുറയുടെ രാഷ്ട്രീയക്കാരനായിട്ട് വളർന്നു വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, അതായത് ബ്രെഡുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തമുഖത്ത് കാണിക്കാൻ പാടില്ല. കാര്യം ആരെങ്കിലും നേരത്തെ അതിനെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ആരെങ്കിലും ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു മരണമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ലൈവ് ഇട്ടിട്ട് അതിനകത്ത് കറികളെ കുറിച്ചൊക്കെയുള്ള പോരായ്മകൾ പറയുന്നതും, അവർക്ക് ചില ഇടങ്ങളിലൊക്കെ, അതായത് ആരോഗ്യത്തിന്റെ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. ഈ ദുരന്തബാധിത മേഖല എന്ന് പറഞ്ഞാൽ നിരവധി മനുഷ്യരുടെ ശരീരങ്ങൾ കിടന്ന് അത് മണ്ണിലോട് ലയിച്ച് പിന്നീട് വെള്ളവുമായി ചേർന്നൊക്കെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ കാര്യങ്ങളിൽ ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് ഇടപെടേണ്ടി വരും. അതിന് ഒരു സംശയമില്ല. സർക്കാർ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നിൽക്കുന്നവർക്ക്, ബെയിലി പാലത്തിന് അപ്പുറത്തുള്ളവർക്ക് മുഴുവൻ ഫുഡ് സർക്കാർ കിച്ചണിൽ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിറ്റി കിച്ചണിൽ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തുള്ളവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കും. ടോയ്ലറ്റ് പോലും സംവിധാനം ഇല്ലാത്തടുത്ത് അവർ റെസ്ക്യൂ പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് ബ്രെഡുമായിട്ട് വരും. എവിടെ നിന്നാണ് ഈ ചാക്ക് ബ്രെഡ്? നമ്മുടെ നാട്ടിൽ ഈ ചില ആരോപണങ്ങൾ ഇവിടെയും കൃത്യമായിരിക്കുകയാണ്. ഇന്നലത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം കേൾക്കണം. ചില മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചില മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ, മറ്റൊന്ന് മീഡിയ വണ്ണും കോൺഗ്രസുമായിട്ട് ഇപ്പോൾ വലിയ ടൈപ്പാണ്. അത് എന്തുകൊണ്ട് ആക്ഷേപമായിട്ട് പറയുന്നതല്ല, നിങ്ങൾ സംശയം ഉണ്ടെന്ന് നോക്കിയോ. കോൺഗ്രസിന്റെ സൈബർ പേജുകളിലെ സകലമാന ലൈവുകളും ഇപ്പോ ഏത് ചാനലിന്റേതാണെന്ന് നോക്കിയോ. സാധാരണഗതിയിൽ മീഡിയ വണ്ണിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണ്. അപ്പോ ഒരു പേജിന് ലൈവ് അവർ എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് പറഞ്ഞ് ഒരു ലിങ്ക് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ അവരുടെ സൈബർ പേജുകളിലെല്ലാം എന്ത് കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടോ ആ പരിപാടി ലൈവ് ഈ ഇവരുടെ പല സൈബർ, അതായത് കോൺഗ്രസ് സൈബർ വിങ് എന്ന് പറയുന്ന പല പേജുകളുണ്ട്, സൈബർ കോൺഗ്രസ്, ഇതിലെല്ലാത്തിലും ലൈവ് ഇടുന്നതോ വീഡിയോ യൂസ് ചെയ്യുന്നതോ ഏത് ചാനലിന്റെ ആണെന്ന് നോക്കണം കേട്ടോ. മീഡിയ വണ്ണാണ്. ഇവിടെയും മീഡിയ വണ്ണിന് റോൾ ഉണ്ടെന്നേ. അതെങ്ങനെ സംഭവിച്ചു? അതായത് പൂത്ത ബ്രെഡ് ആരോ കൊണ്ടുവരുന്നു, അത് ചില റിപ്പോർട്ടർ, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. ചില മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു, എല്ലാ മാധ്യമങ്ങളും അല്ല, ചിലരാണ് പ്രശ്നം. ആ ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളിലും സർക്കാരിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഒന്ന് നോക്കിയേ, മാധ്യമങ്ങളിൽ വാർത്ത വരിക, ഇതാണ് ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള രീതി. ഈ മാധ്യമങ്ങൾ, ഞങ്ങളല്ല പറയുന്നത്, ഇത് മാധ്യമങ്ങളിൽ വന്നതാണ്. മാധ്യമങ്ങളിൽ വെറുതെ വരുന്നതല്ല, മാധ്യമങ്ങളിൽ വരുത്തുന്നതാണ്. മാധ്യമങ്ങളിൽ വരുത്താൻ വേണ്ടിയുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്കാണ് പലയിടങ്ങളിലും ഇമാതിരി പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ അഖിൽ മാരാറിന്റെ ചില കാര്യങ്ങൾ ചില മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ്. അത് എല്ലാ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ ഈ നാട്ടിലെ ചില മാലിന്യ ഓൺലൈനുകൾ ഉണ്ടല്ലോ, അവർക്ക് വലിയ വാർത്തയാണ്. തത്വമയെന്നോ എന്തൊക്കെ പേരിലുള്ള കുറെ സംഭവങ്ങളുണ്ടല്ലോ, പിന്നെ മലിനജലം ചാനലിനൊക്കെ വലിയ വാർത്തയാണ്. അവർക്ക് ഒഴികെ, അതായത് ഇത് ലിങ്ക് ചെയ്ത് വെച്ചിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരേ ഫോട്ടോയും ഒരേ ക്യാപ്ഷനും ഒരുപാട് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വല്ലാത്ത PR വർക്ക്. സമാനമാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. എങ്ങനെ തോന്നുന്നതാണ്, അതായത്
നമ്മൾ ഇവിടെയൊക്കെ മാതൃകയായി കാണേണ്ടത് ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ, കാര്യം സജീവമായിട്ട് ദുരന്തമുഖത്ത് എല്ലാവരും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ റെസ്ക്യൂ ഓപ്പറേഷനിൽ സൈന്യത്തോടൊപ്പം നിന്നുകൊണ്ട് പലതരത്തിലുള്ള ഡെഡ് ബോഡി എത്താനായിട്ട് ജീവൻ മരണ പോരാട്ടം, മനോരമയ്ക്ക് പോലും ഫ്രണ്ട് ഷീറ്റിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ പടം കൊടുക്കേണ്ടി വന്നെങ്കിൽ വെറുതെ കൊടുക്കുന്നതാണ്? ഒരിക്കലും കൊടുക്കത്തില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടവർ. ആ ചെയ്യുന്നവർ ഇതുവരെയെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. ആ ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ട സന്ദർഭങ്ങളിൽ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനോട് ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടർ ചോദിച്ചപ്പോ ഈ സമയത്തൊക്കെ എങ്ങനെയാ ഭക്ഷണത്തെക്കുറിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണ്. അവിടെ ഭക്ഷണം എത്തിയില്ലെന്നുള്ള കഥ ഉടൻ വരികയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ആളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് പറയിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാമാന്യ ബോധം മതി. അരിയാഹാരം ആണല്ലോ നമ്മളൊക്കെ കഴിക്കുന്നത്, അല്ലേ? അരിയാഹാരമല്ലേ കഴിക്കുന്നത്? അരിയാഹാരം കഴിക്കുന്നത് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പോ ഒരു മെയിൻ സ്ട്രീം മാധ്യമത്തിൽ ജോലി ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടത്തെ ഒരു അനുഭവ പരിജ്ഞാനം വെച്ചിട്ട് വാർത്തകളുടെ നിർമ്മിതി എന്താണെന്ന്, ഒരു വാർത്ത പെട്ടെന്ന് സഡനായിട്ട് വരുന്ന സന്ദർഭത്തിൽ അതിന്റെ സാധ്യത എന്താണെന്ന് വളരെ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഒരു സാധാരണക്കാരെ സംബന്ധിക്കുന്നത് അത് അവരുടെ കുറ്റമല്ല. ഈ ജോലി ചെയ്യുമ്പോൾ ഏത് മാധ്യമമായിരുന്നാലും രാവിലെ തൊട്ട് വൈകിട്ട് വരുന്നത് കൊണ്ടുപോകണമല്ലോ. മുതലാളിക്ക് നഷ്ടക്കച്ചവടത്തിന്റെ പുറത്ത് ഓടത്തില്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് റൺ ചെയ്യിച്ചുകൊണ്ട് പോകണം. റൺ ചെയ്യിക്കാൻ വേണ്ടി ഇന്ധനം വേണമല്ലോ. ആ ഇന്ധനം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പലപ്പോഴും അറിയാം. അത് ഒരു ആലോചനയുണ്ട്. ആ ആലോചനകളിൽ ഇവർക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. അഖിൽമാരാറിന്റെ വിഷയം നമുക്ക് അവിടെ നിർത്താം. അഖിൽമാരാറിന്റെ കാര്യം നമ്മൾ കണക്കിൽ കൂട്ടേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ ഓരിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എതിർ സൈഡിലെല്ലാം യഥാർത്ഥ സെലിബ്രിറ്റികളായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കലാകാരന്മാരെല്ലാം CMDRFനെ കുറിച്ചൊക്കെ നല്ലത് പറയുന്നുണ്ട്. CMDRFിലൂടെ അവർ സഹായഹസ്തം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ മാലിന്യം കിടന്ന് കുരച്ചുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത നെറുകെട്ട പ്രവർത്തനം ഇത്രയും ദിവസം കണ്ടില്ല. ഇത്രയും ദിവസം അദ്ദേഹത്തെ കണ്ടത് VD സതീശനോടൊപ്പമുള്ള ചില ഫോട്ടോഷൂട്ട് സെഷനിലാണ്. അല്ലാത്തതിലൊന്നും അദ്ദേഹത്തെ കണ്ടതുമില്ല. പെട്ടെന്ന്, അതായത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഉടനടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുണ്ട്. ഗന്ധർവനെ പോലെയാണ്. വരുന്നു, മുഖം കാണിക്കുന്നുണ്ട്. ആ ഭക്ഷണത്തെ സംബന്ധിച്ച് റിയാസ് എന്തൊക്കെയാണ് അതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തേക്ക് വിടാൻ. അതിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ടെന്നേ. അതായത് എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇപ്പോ ഈ വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്ന സംഭവം അവർ ചെയ്യണതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ അവർ ചെയ്ത് കൊണ്ടുവന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുകയാണ്, ഒരു ഫുഡ് പോയിസന്റെ കേസ് റിപ്പോർട്ട് ചെയ്യണം. ആർക്കാണ് ഉത്തരവാദിത്തം? ലീഗ് ഏറ്റെടുക്കൂ, കോൺഗ്രസ് ഏറ്റെടുക്കൂ. ആ ചെയ്ത ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ പറയും ഇവിടെ സർക്കാർ നോക്കൂത്തിയാണ്, ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ല, പരിശോധന ഇല്ല എന്ന് പറയും. സ്വാഭാവികമായിട്ടൊരു മുൻകരുതൽ എടുക്കാതിരിക്കാൻ കഴിയൂ? അത്രമാത്രം ആൾക്കാർ ജീവൻ മരണ പോരാട്ടത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഈ പരിശോധന പൂർത്തിയാക്കി അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കൃത്യമായി മോണിറ്റർ ചെയ്ത ആഹാരം തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു സംശയമില്ലെന്നേ. ആ കാര്യത്തിൽ എന്താണ് ഇത്ര ഡൗട്ട് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. അവിടുത്തെ വെള്ളം പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം പൊല്യൂട്ടഡ് ആയിരിക്കുന്നു. അപ്പോ അവരുടെ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നേ. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും മുകളിൽ പോയാൽ അവർക്ക് ഉണ്ടാകാറില്ല. അപ്പോ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ലേ? അത് എല്ലാരെയും അഴിച്ചുവിട്ട് കൊടുക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് അവിടെ ഉപ്പുമാവ് വിതരണം ചെയ്തെടുത്താണ് രാഹുൽ മാങ്കൂട്ടോ സംഘവും എല്ലാം ഇത്രയും ദിവസം അവരുടെ കിച്ചണിലൂടെ ഇപ്പൊ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്, കണ്ടല്ലോ. അതായത് ഒരു തമിഴ് ചാനലിന് കൊടുത്ത ഒരു പ്രതികരണമാണ്. എല്ലാത്തിനും, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ബ്രെഡ് ഉണ്ട്, ഇതുവരെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഉപ്പുമാവും അല്ലാതെ മറ്റൊരെണ്ണം കൊടുത്തിട്ടില്ല. ഉപ്പുമാവും മറ്റെന്തൊക്കെയോ ഭക്ഷണത്തിന്റെ മെനു പറയുന്നത് കേട്ടു. പക്ഷേ ഈ സംഭവം നടന്ന ദിവസം, അന്നത്തെ ദിവസം ഉപ്പുമാവാണ്. മന്ത്രി കെ രാജൻ ഉൾപ്പെടെ ഉപസമിതി അംഗങ്ങൾ കഴിച്ച ഭക്ഷണമാണ്. അവിടെ നിന്ന് ഉടനടി ഈ ലഘുഭക്ഷണമായിട്ട് ബ്രെഡ് കൊടുത്തു എന്നുള്ളൊരു കഥ പറയുകയും അതിന് ഉപോത്പലകമായിട്ട് രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഒരു പ്രതികരണം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു തിരക്കഥ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന രീതി നോക്കി എന്തൊരു വൃത്തികേടാണ്, എന്തൊരു മലീമസമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെയാണോ നടത്തേണ്ടത്? അവിടെ ആഹാരം കൊടുക്കണമെന്ന ആവശ്യം ഈ ഏത് സന്നദ്ധ സംഘടന മുന്നോട്ട് വെച്ചാലും അതിനെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു സംശയമില്ലെന്ന്. അതിലെന്താണ് പരിഗണിക്കേണ്ടാത്ത കാര്യം? അതായത് അവിടെ ഓരോരുത്തർക്ക് ഇങ്ങനെ സേവനം കൊടുക്കുന്ന കാര്യത്തിൽ. പക്ഷേ ബിരിയാണി കിട്ടിയില്ലെന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട പ്രവർത്തനമാണ്. ഒരാള് ആ സർക്കാർ ഫുഡിന്റെ തുറന്നു വെച്ചതിന് ശേഷം പറയാണ് ഇതിനകത്ത് കറി കണ്ടു. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ദുരന്ത മേഖലയിൽ ഇരുന്നിട്ട് ഭക്ഷണം, അതായത് വിശപ്പുണ്ടാകില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ രംഗങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ആ ദുരന്ത മുഖത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സ് മരവിച്ചൊരവസ്ഥയായിരിക്കും. അവിടെ
വിശപ്പിന് എന്തെങ്കിലും ഒരു സംഭവം കഴിക്കുകയായിരിക്കും ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, വയറ് നിറയിലെന്ന് പറയുന്ന ഒരു പ്രവർത്തനം അവിടെ ഉണ്ടോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ കറി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് പ്രചരിപ്പിയില്ലെന്നൊക്കെ നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് ആരായിരിക്കും അതിന്റെയൊക്കെ ഉത്തരവാദിത്വം? രണ്ടുപേരെ അതിൽ പറയാൻ പറ്റും. യൂത്ത് ലീഗിന്റെ ഭാഗത്താണെങ്കിൽ ആരാണ്? PK ഫിറോസിന്റെ പേര് പറയാം. അത് യൂത്ത് ലീഗ്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലൊക്കെ പ്രതികരണവുമായിട്ട് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് വിമർശിക്കേണ്ടി വരും. ഒരു യൂദാസന്മാരാണെന്ന് പറയേണ്ടി വരുന്നത് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കലർത്താൻ നിൽക്കല്ലേ. കാര്യം സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഇനിയുള്ള കാര്യങ്ങളിൽ, അതായത് അവിടത്തെ പുനരധിവാസ കാര്യത്തിലെല്ലാം എല്ലാത്തരം ആൾക്കാരെയും കൂട്ടിച്ചേർത്ത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല. അതിനെതിരെയാണ് നമ്മുടെ മാരാറ് പറയാണ് എല്ലാം തട്ടിപ്പാണ്, ഒരു കാര്യം അറിയില്ല, അത് ആർക്കാണ് അതിനെ സംബന്ധിച്ച് വിവരാവകാശം കിട്ടിയെന്ന് അറിയില്ല. ആ ഊളയോട് പറയാനുള്ള കാര്യം, ഇവിടെ 10 രൂപ, വെറും 10 രൂപ നീ കൊണ്ടുവന്നൊന്ന് ചെലവാക്കിയിട്ട് ആ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചിട്ട് അന്തസ്സായിട്ട് വർത്തമാനം പറയണം. അതല്ലടാ ഒരു ഹീറോയിസം എന്ന് പറഞ്ഞാൽ. കണ്ട സംഘപരിവാർ ഊളകളൊക്കെ എന്തെങ്കിലും എഴുതി തരുന്നതിന് അതേപടി വന്ന് ഛർദ്ദിക്കുന്ന അവന്മാരുടെ ഇത് വാരിക്കൊണ്ട് പോകുന്നവനാണ് ഇവനെന്ന് മനസ്സിലാക്കുകയാണ്. അതിന്റെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ അയച്ചു കൊടുക്കുന്നു. ഇവന്റെ പേജിന് ശകല ഊളകളുടെ റീച്ചുള്ള കാര്യം. ചെയ്ത പ്രവർത്തനം എന്താണ്? അഖില ലോക അലവലാതി പരിപാടിയുടെ വിന്നറാണ്. അല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കാര്യം ചെയ്തിട്ടല്ല. ഈ പരിപാടിയിൽ നിന്ന് വിന്നർമാരായിട്ട് ഇറങ്ങിയ പഴയ കെടുതികളെല്ലാം ഈ സമൂഹം കണ്ടതാണ്. ഡോക്ടർ റോബിൻ എന്തൊരു ഊളകളായിരുന്നു. ഈ ഊളകളുടെ ഒരു ടീംസിനെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടുകയാണ്. അവനൊന്നും യാതൊരു തരത്തിലുള്ള വകതിരിവോ വിവരവും ഇല്ല. ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയത്തിൽ ഈ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അവൻ തെറി പറയുന്നത് കേട്ടു. അവന്റെ സംസ്കാരം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എനിക്കാരെയും പേടിയില്ല. ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്ന പലരും ഈ നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഈ നാവ് PC ജോർജിനുണ്ടായിരുന്നു. ഇവന്റെ ഇതേ നാവ് PC ജോർജിനായിരുന്നു. അത് പിന്നെ അന്യമത സ്പർദ്ധ കൂടുതൽ പറയുമ്പോൾ കൂടുതൽ ടൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒന്ന് അടങ്ങിയിട്ട് വീട്ടിൽ മര്യാദയ്ക്ക് ഇരിപ്പുണ്ട്. കാര്യം 1-2 സന്ദർഭങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കാര്യങ്ങൾ നല്ല രീതിക്ക് പോകില്ല. ഇവരിപ്പോ അങ്ങനെയുള്ളതല്ല. ഇവന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാർ മഹത്തരമാണ്. PM കെയർ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഓഡിറ്റബിൾ പോലുമല്ല. അവർക്കൊന്നും ഒരു വിവരം അറിയണ്ട. കഴിഞ്ഞ എത്ര വർഷമായിട്ട് ആ PM കെയർ ഫണ്ടിലേക്ക് എത്ര രൂപ വന്നു എന്നുള്ള കാര്യം ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഓഡിറ്റബിൾ ആണ്. അതിനകത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവാക്കി എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. ആ വിവരത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ചില മാധ്യമങ്ങളിലൂടെ ഇവർ ചില വാർത്തകൾ കൊടുക്കും. അതായത് അന്നത്തെ ദിവസത്തിൽ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നത് MLA-മാരുടെ ഈ റിക്വസ്റ്റോട് കൂടിയാണ് പലപ്പോഴും പല കേസുകളോ അല്ലെങ്കിൽ പലർക്കും ഈ ഫണ്ട് വിഡ്രോ ചെയ്ത് കൊടുക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്നത്. അതിൽ MLA-മാർ കൊടുത്ത പലരും ഉണ്ടെന്നേ. അന്ന് VD സതീശൻ വാങ്ങിക്കൊടുത്തവരുടെ കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല. അത് വാങ്ങിക്കൊടുത്തവരുടെ കാര്യമൊന്നും പ്രശ്നമല്ല. അവർ റിക്വസ്റ്റ് പ്രകാരം കൊണ്ടുവന്ന കേസുകൾക്ക് വൃക്കരോഗികൾക്ക് എല്ലാം പണം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോ അതൊന്നും ഇവിടെ നമ്മൾ എടുക്കില്ല. അന്ന് നമ്മൾ കവളപ്പാറയിൽ എന്ത് ചെയ്തു, മറ്റേ പ്രളയ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ചെയ്യുന്ന പ്രവർത്തനം ആയതുകൊണ്ട് ഈ ഫണ്ട് സമാഹരണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ സർക്കാരിന്റെ പോരായ്മയാണെന്ന് വരുത്തി തീർക്കണം. കാര്യം ഈ നാട്ടിൽ മാത്രം എന്ത് ചെയ്താലും മിസ്റ്റേക്ക് ആണ്. അതിന് ഇവർക്ക് ഈ ഇതുപോലുള്ള കുറെ വാപോയ കോടാലികളുണ്ട്, അല്ലെങ്കിൽ അഴിവല് നാക്കുകളും നമ്മുടെ നാട്ടിൽ പറയും. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തും പറയിക്കാം. അതായത് അവന് വിവരവും വകതിരിവും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇതിന്റെ മുന്നിലിരുന്ന് അങ്ങ് ഹീറോ എന്ന രീതിയിലൊക്കെ അങ്ങ് വലിയ സ്ട്രോങ് ആയിട്ട് ഡയലോഗ് കീച്ചു വിടുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. അത് ഒരാൾ പരിശോധിക്കും. മുമ്പ് ഒരു പോസ്റ്റ് ഇട്ട് മുക്കിയ സന്ദർഭമുണ്ട്. ഇതുപോലെ സംഘപരിവാറുകാർ അയച്ചു കൊടുത്ത പോസ്റ്റ് എടുത്തിട്ട് അവൻ പോസ്റ്റ് ചെയ്ത് ഉടനെ മുക്കേണ്ടി വന്നു. എന്തുകൊണ്ട് മുക്കേണ്ടി വന്നു? അപ്പോ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ് പ്രധാനമായി പറയേണ്ടി വന്നത്. ഈ 2 യൂദാസന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ താളം തെറ്റിച്ചുകൊണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടൽ ആൾക്കാരുടെ ഐക്യം തകർക്കാനായിട്ട് ഗുണകരമാക്കുന്ന രീതിയിൽ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള വർത്തമാനങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയത്തിനെ എല്ലാം ഒരു അരികുവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടമൊക്കെ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അത് ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി, അതായത് സതീശൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം മാധ്യമങ്ങളിലൂടെ വരുത്തിയതിനു ശേഷം പിന്നീട് ഒന്നും കോടതി ചെല്ലുമ്പോൾ നിലനിൽക്കില്ല. കാര്യം ആരോപണങ്ങളാണല്ലോ. ആരോപണങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാകില്ല, അതിന് തെളിവ് വേണം. ആ തെളിവുകളൊന്നും നമ്മളെ ഇല്ല. ആ തെളിവില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ആരോപണങ്ങൾ ഉന്നയിക്കണം.
ആ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കണം. ഇത് രണ്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ എന്തായാലും ഈ സമൂഹത്തിന്റെ ഇടയിലെ ചില ഓരിയിടലുകൾ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അത് സംഘപരിവാറുകാർ കൂട്ടത്തോടെ കണ്ടതിന് ശേഷം കൈയടിക്കുന്നുണ്ടെങ്കിൽ അവരടിച്ചോട്ടെന്നേ. അവരെ ഈ പ്രളയകാലത്ത് ഈ നാടിന് എന്തെങ്കിലും സഹായം ചെയ്തവരാണോ? ഒരു ചുക്കും ചെയ്തിട്ടില്ല. പിന്നീട് പല ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു, കൊറോണ വന്നു. ഇവരെന്താണ് ചെയ്തത്? സേവാഭാരതിക്ക് കൊടുക്കാനാണ് പറയുന്നത്. സേവാഭാരതി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇലക്ട്രൽ ബോണ്ട് വിഴുങ്ങികളാണ്. അതായത് ഈ നാട്ടിലെ പല പ്രമുഖ കമ്പനികളിൽ നിന്നും ED വിട്ട് ഫണ്ട് അടിച്ചു മാറ്റുന്ന ടീംസാണ്. അതൊക്കെ മഹത്തരമായ പ്രവർത്തനം. ആരും പറഞ്ഞല്ലേ, അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ ഫണ്ട് വിഴുങ്ങികളായിട്ടുള്ളവർ ആ ഇലക്ട്രൽ ബോണ്ട് ഫണ്ട് വാങ്ങാതെ അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് അതിന്റെ രേഖകൾ പുറത്തുവിടാനായിട്ടുള്ള ഒരു ഉത്തരവ് വാങ്ങിയെടുത്തത് ആരാണ്? ഫണ്ട് വിഴുങ്ങുന്ന ഒരു സ്വഭാവം പണ്ടേ ഇതിനില്ല. പിന്നെ എല്ലാത്തിലും നമുക്ക് കുറച്ച് മാധ്യമങ്ങളിലെ ഞങ്ങളുടേതായിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നതുകൊണ്ട് കഥ മെനയാൻ ഞങ്ങളെപ്പോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും മെനയാനും കഴിവുള്ളവരെ ഞങ്ങൾ പലയിടത്ത് ഇരുത്തിയിട്ടുണ്ട്. അവന്മാരെ കൊണ്ട് ഇമാതിരി ഇല്ലാത്ത കഥകൾ ഉണ്ടെന്ന് പറയിച്ചതിന് ശേഷം ആൾക്കാരെ കൊണ്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം. പക്ഷെ അതൊന്നും നടക്കില്ല. ഇത് കേരളമാണ്. ഈ രണ്ട് യൂദാസന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അതിന് എതിരായിട്ട് കേരളത്തിലെ പൊതു മനസാക്ഷി ചെയ്യത്തുള്ളൂ എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാലമാണ്. കാര്യം ഈ പ്രളയകാലത്ത് ഇവർ ചെയ്ത പല കാര്യങ്ങളുണ്ട്. അതായത് സർക്കാർ ഫണ്ടുകൾ, സർക്കാർ ഫണ്ടുകൾ ഈ സർക്കാർ എംപ്ലോയിൽ നിന്ന് ശേഖരിക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ കൊടുക്കരുതെന്ന് പറഞ്ഞവരാണ്. കൊടുത്തില്ലേ? കുറച്ചുപേരെ കൊടുക്കാതെ ഉള്ളൂ. പിന്നീട് വാങ്ങിയവർക്ക് അതേപടി പണം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ കവളപ്പാറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രളയകാലത്തായിക്കോട്ടെ, ഓഖി ദുരന്തം ആയിക്കോട്ടെ, ഇവിടെയൊക്കെ പണം കൊടുത്തില്ലേ? 20 ലക്ഷം വെച്ചാണ് ഓഖി ദുരന്ത ബാധിതർക്ക് സർക്കാർ ആദ്യമായി ധനസഹായം കൊടുത്തത്. ഒന്ന് രണ്ട് കാര്യങ്ങളെ ഈ ധനസഹായം കൊടുത്തതുമായി ബന്ധപ്പെട്ട് 3 കാരണങ്ങളാണ് പറയുന്നത്. അതായത് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കെടുതി ഉണ്ടല്ലോ, സേവ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലന് പോലും വേണ്ടാതെ കിടക്കുന്ന ഒരു മഹാൻ ഉണ്ടല്ലോ, ആ മഹാൻ കൊടുത്തൊരു കേസ് ലോകായുക്ത തന്നെ ചുരുട്ടിയെടുത്ത് എവിടെ എറിഞ്ഞു? ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. ആ കാര്യമാണ് പറയാനുള്ളത്. അതൊരു MLA-ക്ക് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം കൊടുത്തു. സഹായിക്കുമെന്ന് ആ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ടാണ്. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദുരന്ത ഭൂമിയിലാണ്. അത് മറന്നുകൊണ്ടാണ് രണ്ടിടങ്ങളിൽ നിന്ന് നമ്മൾ 2 യൂദാസുമാരെ കാണുന്നത്. നിർഭാഗ്യവശാൽ 2 പേരും അവകാശപ്പെടുന്നത്, ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാജ പ്രസിഡന്റും മറ്റൊരാൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവി എന്ന് പറയുകയാണ്. ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രവർത്തനം വെച്ചിട്ട് അവരുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറയുന്നു ഏതിൽ കൊടുക്കണമെന്ന്, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണമെന്ന്. കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള പഴയ സംഘിക്കാരനായിട്ടുള്ള അഖിൽ മാരാർ പറയുന്നു കൊടുക്കരുത്, അത് തട്ടിപ്പാണ്. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? സുധാകരൻ പറയുന്നു അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ തന്നാൽ മതി, ഞാൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തോളാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ അഖിൽ മാരാരും സുധാകരനും ഉൾപ്പെടുന്ന ഒരു വിഭാഗക്കാരും അവരെ തന്നെ ഒരു സതീശ പക്ഷത്ത് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ചില രാഹുൽ മാങ്കൂട്ടന്മാരും, ഇവരെല്ലാം ഈ നാടിൽ ഈ സന്ദർഭത്തിൽ ജനം തിരിച്ചറിയേണ്ട ചില വിഭാഗക്കാരാണ്. അതായത് നമ്മുടെ നാടിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നവരെയാണ് വിശ്വസിക്കേണ്ടത്. നമ്മൾ എന്ത് കാര്യത്തിന് നെഗറ്റീവ് പറയുന്നതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത വേണം. വളരെ കൃത്യമായിട്ട് കെ രാജനും മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർ പറഞ്ഞു, എന്തുകൊണ്ട് ബെയിലി പാലത്തിന് അപ്പുറത്തുള്ളതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ്. സർക്കാരിന്റെ സേവനങ്ങൾക്ക് വേണ്ടി വന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അതിൽ സുരക്ഷിതത്വമുണ്ട്, അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, അതിന് ഫുഡ് പോയിസണിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇത് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഫുഡ് സേഫ്റ്റി പരിശോധിക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഒരു ചുക്കുമില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ 2 യൂദാസന്മാരും കൂടി ചേർന്ന് കേരളത്തിന്റെ ഐക്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിൽ സംഘി ഊളകളെല്ലാം കൂടി അഖിൽ മാരാറെ ഒരു സൈഡിൽ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ലീഗുകാരും കോൺഗ്രസുകാര് UDF എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവർ ഈ പ്രവർത്തനം ചെയ്യുന്നത് ഇല്ലാത്തതുണ്ടെന്നും ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ആ ഭൂമുഖത്ത് നിന്ന് ശ്രമിച്ചതിനെ അത് യാഥാർത്ഥ്യമാണെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ് അതിന് കൂടുതൽ
ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുകയും അതിന്റെ വസ്തുതയെ സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ പങ്കുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ഈ ഭക്ഷണം ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ ഭക്ഷണം അവിടെ വിതരണം ചെയ്തിട്ട് മാധ്യമങ്ങളെ അവിടെ വിളിച്ചു വരുത്തി ആ പ്രതികരണം കൊടുപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ പ്രവർത്തനം ചെയ്ത രാഹുൽ മാങ്കൂട്ടം ആ ദുരന്തത്തെക്കാൾ വലിയ കെടുതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തന്നെ. അങ്ങനെ തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അത് പറയും. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു യുവ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കഴിക്കുന്ന ആഹാരത്തിൽ മണ്ണ് വാരിയിടുന്ന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്രവർത്തനം ചെയ്തതിന് ഒരിക്കലും ഈ സമൂഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവരോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയാണ്. അഖിൽ മാരാറിനെ നമുക്ക് വിടാം. കാര്യം ഈ നമ്മുടെ നാട്ടിലെല്ലാം ഈ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഈ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ഓരിയിടുന്ന തെരുവ് നായ്ക്കളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അവരൊന്നും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചില ഈ കിളിപോയ കേസുകൾ അവന്മാരെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും നമുക്ക് ഈ ഭൂമി ഉന്മൂലനം ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിയമപരമായി നേരിടാൻ പറ്റും. അപ്പോൾ കുറെ കേസുകൾ നമ്മുടെ മറുനാടൻ ഷാജൻ ഇപ്പോൾ ഓടി നടന്ന് കോടതികളിലെല്ലാം തേരാപ്പാര നടക്കും പോലെ, അല്ലെങ്കിൽ പൈസ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും പോലെ ഇവനും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതകൾ എന്ത് സാഹചര്യം ഉണ്ടായാലും ഇവന്റെ തലയിൽ ഓരോരോ കേസുകളായിട്ട് വെച്ചു കൊടുത്തിട്ട് കോടതി വരാന്തയുടെ വാഗ്ദാനമാക്കി മാറ്റുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. കാര്യം ഇവരെ ഒന്നും പറഞ്ഞു നന്നാക്കാനോ അല്ലെങ്കിൽ ഗുണദോഷിക്കാനോ പറ്റില്ല. കാര്യം ഇവരെല്ലാം സർവകലാ വല്ലഭന്മാരായിപ്പോയി. എല്ലാം എനിക്കേ അറിയാവൂ, ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഒരു തോന്നലുകാരാണ്. സത്യം പറയുന്നവരും അല്ലെങ്കിൽ എനിക്ക് ആരും പേടിയില്ല എന്നൊക്കെ പറയുന്ന വാചകക്കാർ PC ജോർജ് ടീംസാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒത്തുനിൽക്കേണ്ട സന്ദർഭമാണ്. ഇതുപോലുള്ള മാലിന്യങ്ങളെ കൂടി നമ്മൾ ഒരുമിച്ച് നീക്കം ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൂടി മറികടന്ന് വേണം നമുക്ക് ഈ നാടിനെ കൈപിടിച്ചുയർത്തി വീണ്ടും ആ മുറിവേറ്റവരെ അവരുടെ പരിപാലനവും അവരുടെ ഇനിയുള്ള കാലത്തെ അവരുടെ ജീവിതങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. നമ്മൾ ആരും അതിൽ നിന്ന് പിൻവാങ്ങരുത്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ചില ഇടങ്ങളിലുള്ള ഇതുപോലുള്ള നെഗറ്റീവുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അതിനൊന്നും ഒരു കാരണവശാലും നിങ്ങൾ അത് കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് അവിടെ പോലും വിഷം കലർത്താനുള്ള മനോഭാവമുള്ളവർ ഒരിക്കലും മനുഷ്യനായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അവർ പ്രത്യേക താല്പര്യത്തോടു കൂടി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ നേരിടാനുള്ള ശേഷി ഈ സമൂഹത്തിനുണ്ട്. സമൂഹത്തിന്റെ എല്ലാത്തരം ആൾക്കാരും അവരുടെ കൂട്ടത്തിൽ പെടുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കേരളം എന്നത് 4 കോടി അടുപ്പിച്ച് ജനങ്ങളാണ്. 4 കോടിയിൽ 1 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ 10 ലക്ഷം പേരല്ലെന്നേ കേരളം. അത് അവന്മാർ മനസ്സിലാക്കിയാൽ മതി. ആ 10 ലക്ഷം അല്ല കേരളം, ആ 10 ലക്ഷം സംഘപരിവാറുകാരാണ്. അവരായിക്കോട്ടെന്നേ, അല്ലെങ്കിൽ ഈ അതേ മനോഭാവമുള്ളവരാണ്, അവരെ ഏറ്റെടുത്തോട്ടെന്നേ. പക്ഷേ ബാക്കിയുണ്ടെന്നേ, ഈ 3,90,00,000 ആൾക്കാർ ഈ സമൂഹത്തിലുണ്ടെന്നേ. ആ മനുഷ്യർ മതിയെന്നേ. ആ മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഈ നാടിനാവശ്യം. അല്ലാത്ത ഒച്ചകളെയൊക്കെ നമ്മൾക്കിപ്പോ പരിഗണിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും തുറന്നു കാട്ടി തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. രാഷ്ട്രീയം പറയാൻ പാടില്ലാത്ത മേഖലയായിട്ട് പോലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ചാൽ ഒരു സംശയവും വേണ്ട, അവരെ എല്ലാം നമ്മൾ പ്രതിരോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. നമ്മൾ ദുർഘടമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ആ വഴിയിലൂടെ ഇഴജന്തുക്കൾ, വിഷജന്തുക്കൾ നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. കാര്യം നമ്മളൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പോയി. അപ്പോ ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്തേണ്ടതുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇത്തരം ശബ്ദങ്ങളെയെല്ലാം നമ്മൾ അവഗണിക്കുന്നുണ്ട്, അതിന് ചെവി കൊടുക്കുന്നില്ല. അത് കേട്ട് ദയവായി നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്തായാലും ഈ രാത്രി ഇത്രയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. പലരും ഇതിനെ സംബന്ധിച്ചുള്ള കമന്റുകൾ ഇടുന്നുണ്ട്. തിലകൻ, ബിജു എബ്രഹാം, രാഹുൽ എന്ന വ്യാജന്റെ വാക്കുകൾക്ക് തെരുവ് നായ്ക്കളുടെ ഒരു രീതിയിൽ പോലെയാണെന്നൊക്കെ നല്ല കമന്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം എങ്ങനെയായിരുന്നു നമ്മൾ അതിജീവനത്തിന്റെ പാതയിൽ വേണ്ടി കൊടുത്തിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് നമുക്ക് ആവശ്യം. ആ മനസ്സുകൊണ്ട് നമ്മൾ ഇനിയും നേരിടും, നമ്മൾ ഇനിയും പോരാടും, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഒരു വ്യാജനോ അല്ലെങ്കിൽ ഏത് മാരണം വിചാരിച്ചാലും നമ്മളെ വഴിമുടക്കാൻ പറ്റില്ല. ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിറവേറ്റിയ ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോ നമ്മൾ പിന്നോട്ടല്ല, നമ്മൾ ബാക്ക് ഫുട്ടിലല്ല, നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ തന്നെ നിൽക്കും. ഒരു സംശയവും വേണ്ട.